ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള ജോബ്സിൻ്റെ ഒരു പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. പുതുതായി വന്ന ആവിൻ കാരിയർ 2020 ഫാക്ടറി അസിസ്റ്റൻറ്റ് വേക്കൻസിയിലേക്ക് 420 വേക്കൻസിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ആവിൻ കാരിയർ 460 വേക്കൻസി ലിസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഫാക്ടറി അസിസ്റ്റൻ്റാണ് ജോബ് പോസ്റ്റ് നെയിം. തമിഴ്നാട് കോർപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസർ ഫെഡറേഷൻ ലിമിറ്റഡാണ് ഓർഗനൈസേഷൻ വരുന്നത്. ആൾ ഓവർ തമിഴ്നാട്ടിലായിരിക്കും ജോബ് ലൊക്കേഷൻ. 15,700 രൂപ മുതൽ 50,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നവംബർ 16-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആവിൻ കാരിയർ 2020 വേക്കൻസി ലിസ്റ്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 6 പോസ്റ്റിലേക്കാണ് വേക്കൻസി വിളിച്ചിട്ടുള്ളത്. സീനിയർ ഫാക്ടറി അസിസ്റ്റൻറ്റ് ഡയറിങ് 170 വേക്കൻസി. അതുപോലെ തന്നെ സീനിയർ ഫാക്ടറി അസിസ്റ്റൻറ്റ് ലാബ് 20 വേക്കൻസി. സീനിയർ ഫാക്ടറി അസിസ്റ്റൻറ്റ് ആനിമൽ ഹസ്ബൻഡ് 70 വേക്കൻസി. സീനിയർ ഫാക്ടറി അസിസ്റ്റൻറ്റ് അഡ്മിൻ 70 വേക്കൻസി. സീനിയർ ഫാക്ടറി അസിസ്റ്റൻറ്റ് മാർക്കറ്റിങ്ങിലേക്ക് 60 വേക്കൻസി. സീനിയർ ഫാക്ടറി അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിങ്ങിലേക്ക് 70 വേക്കൻസി. ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ക്വാളിഫിക്കേഷൻ വരുന്നത് സീനിയർ ഫാക്ടറി അസിസ്റ്റൻറ്റിലേക്ക് മസ്റ്റ് പാസ് മിനിമം ക്വാളിഫിക്കേഷൻ 10th ആണ്. 10ാം ക്ലാസ് പാസ്സാവുക. വിത്ത് അതിനോട് കൂടെ തന്നെ ITI ക്രാഫ്റ്റ്സ്മാൻ ഫുഡ് പ്രൊഡക്ഷൻ, അതല്ലെങ്കിൽ ഡിപ്ലോമ ഫുഡ് പ്രൊഡക്ഷൻ, അതല്ലെങ്കിൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ്സ്, ഫുഡ് ടെക്നോളജി, ഫുഡ് പ്രോസസ്സിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഫ്രം ഗവൺമെൻറ് അപ്രൂവ്ഡ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫുഡുമായി ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഡിപ്ലോമ ITI കോഴ്സുകൾ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. നിർബന്ധമായിട്ടും കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സീനിയർ ഫാക്ടറി അസിസ്റ്റൻറ്റ് ലാബിലേക്കാണ്. അതിന് വരുന്നത് 10th പാസ് സർട്ടിഫിക്കറ്റ്, 10th പാസ് വിത്ത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിരിക്കണം. അതല്ലെങ്കിൽ 10th വിത്ത് ITI ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞ ആളുകളായിരിക്കും. NTC ഫ്രം ഗവൺമെൻറ്റിന് NTC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോളർ, മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ഫ്രം ഗവൺമെൻറ് അപ്രൂവ്ഡ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിൽ ഏതെങ്കിലും ഒരു അഡീഷണൽ കോഴ്സ് ഉണ്ടായിരിക്കണം. അതായത് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി MLT എന്ന് പറഞ്ഞ കോഴ്സാണ്. അതല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ചെക്കിന് QC കോഴ്സ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് കോഴ്സ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ഏതെങ്കിലും കഴിഞ്ഞ ആയാലും മതി. 10th പാസ് സർട്ടിഫിക്കേഷൻ കോഴ്സ്. അതുപോലെ സീനിയർ ഫാക്ടറി അസിസ്റ്റൻറ്റ് ആനിമൽ ഹസ്ബൻഡറി എന്ന പോസ്റ്റിലേക്കാണ്. അതിന് യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്സിനോട് കൂടെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആനിമൽ വെൽഫെയർ, അതല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ട്രെയിനിങ്, അതല്ലെങ്കിൽ ലൈവ് സ്റ്റോക്ക് വെറ്റിനറി സയൻസ്, അതും അല്ലെങ്കിൽ വെറ്റിനറി ആൻഡ് ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ്, അതും അല്ലെങ്കിൽ വെറ്റിനറി ലാബ് ടെക്നീഷ്യൻ ഫ്രം ഗവൺമെൻറ് അപ്രൂവ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ട മേൽ പറഞ്ഞ ഏതെങ്കിലും കോഴ്സ് ഉണ്ടായിരിക്കണം 10ാം ക്ലാസ്സിനോട് കൂടെ. അടുത്തത് സീനിയർ ഫാക്ടറി അസിസ്റ്റൻറ്റ് അഡ്മിൻ എന്ന പോസ്റ്റിലേക്കാണ്. ക്വാളിഫിക്കേഷൻ +2 ആണ്. +2 പാസ് വേണം. അതല്ലെങ്കിൽ 10th പാസ് വിത്ത് സർട്ടിഫിക്കേഷൻ കോഴ്സ് ടാലി ഫ്രണ്ട് ഓഫീസ് കോഴ്സ്, ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഫ്രം ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിരിക്കണം. അതല്ലെങ്കിൽ മിനിമം 10th
10th പാസ് വിത്ത് ITI ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൗസ് കീപ്പിംഗ് അതല്ലെങ്കിൽ കോർപ്പറേറ്റ് ഹൗസ് കീപ്പിംഗ് എന്നീ NTC ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ഏതെങ്കിലും കോഴ്സ് പഠിച്ചിരിക്കണം. അതുമല്ലെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ 10th സ്റ്റാൻഡേർഡ് വിത്ത് ഡിപ്ലോമ ഇൻ ഹൗസ് കീപ്പിംഗ് മാനേജ്മെൻറ്റ് അത് ലേബർ ലോ അതുമല്ലെങ്കിൽ മോഡേൺ ഓഫീസ് പ്രാക്ടീസ് ഓർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ഓർ വെബ് ഡിസൈനിങ് ഫ്രം ഗവൺമെൻറ് അപ്രൂവ്ഡ് ഓർഗനൈസർ ഇൻസ്റ്റിറ്റ്യൂട്ട് മസ്റ്റ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷൻ ആൻഡ് ടൈപ്പിംഗ്. അപ്പോൾ പോളി ഡിപ്ലോമ പഠിച്ച 10th ക്ലാസ് വിത്ത് പോളി ഉള്ളവർക്ക് അതല്ലെങ്കിൽ +2 പഠിച്ചവർക്ക് ബേസിക്കലി ഓഫീസ് അഡ്മിനിസ്ട്രേഷനാണ് ജോബ് വേക്കൻസി വരിക. അപ്പോൾ അതുമായി ബേസ് ചെയ്ത് ഏത് കോഴ്സ് പഠിച്ചവർക്കും അല്ലെങ്കിൽ പോളി ഡിപ്ലോമ വിത്ത് 10th പഠിച്ചവർക്കും അപേക്ഷിക്കാം. മേൽ പറഞ്ഞ കോഴ്സുകളുള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ ഫാക്ടറി അസിസ്റ്റൻറ്റ് മാർക്കറ്റിങ്ങിലേക്കാണ്. അതിന് ക്വാളിഫിക്കേഷൻ 10th പാസ് വിത്ത് കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണം. ബേക്കറി ആൻഡ് കോൺഫെക്ഷണറി എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ അതല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് അതുമല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ഫ്രം ഗവൺമെൻറ് അപ്രൂവ്ഡ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിരിക്കണം. അതല്ലെങ്കിൽ ഓർ 10th പാസ് വിത്ത് ITI ക്രാഫ്റ്റ്മാൻ ഫുഡ് പ്രൊഡക്ഷൻ വിത്ത് NTC അതല്ലെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ 10th സ്റ്റാൻഡേർഡ് വിത്ത് ഡിപ്ലോമ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഫുഡ് പ്രൊഡക്ഷൻ മാസ് കമ്മ്യൂണിക്കേഷൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സെയിൽസ് മാർക്കറ്റിംഗ് 3D അനിമേഷൻ ഗ്രാഫിക്സ് വിഷ്വൽ ഡിസൈനിങ് കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ്റർനാഷണൽ ബിസിനസ് എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് മാനേജ്മെൻറ്റ് ഫ്രം ഗവൺമെൻറ് അപ്രൂവ്ഡ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിരിക്കണം. ബേസിക് കമ്പ്യൂട്ടർ നോളജ് നിർബന്ധമാണ്. അടുത്തത് സീനിയർ ഫാക്ടറി അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കാണ്. മസ്റ്റ് പാസ് ക്വാളിഫിക്കേഷൻ 10th സ്റ്റാൻഡേർഡ് ആൻഡ് ബോയിലർ അറ്റൻഡർ സർട്ടിഫിക്കറ്റ് ഗ്രേഡ് 2 or 3 issued by the director of boiler ചെന്നൈ അതല്ലെങ്കിൽ മസ്റ്റ് പാസ് മിനിമം ക്വാളിഫിക്കേഷൻ 10th സ്റ്റാൻഡേർഡ് വിത്ത് ITI ഇലക്ട്രീഷ്യൻ ഓർ ഇലക്ട്രോണിക് മെക്കാനിക് ഫിറ്റർ മെക്കാനിസ്റ്റ് മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ വയർമാൻ വെൽഡർ ഗ്യാസർ ഇലക്ട്രിക് സ്ട്രക്ചറൽ പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക് പ്ലംബർ വിത്ത് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിക് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡ്രഗ്സ്മാൻ സിവിൽ മെക്കാനിക് ഡ്രൈവർ കം മെക്കാനിക് പ്ലംബർ ഗവൺമെൻറ് അപ്രൂവ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഇമെയിൽ പറഞ്ഞ ഏതെങ്കിലും ITI കോഴ്സുകൾ കഴിഞ്ഞവരായിരിക്കും NTC കോഴ്സുകൾ കഴിഞ്ഞവരായിരിക്കണം. അതല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് 10th പാസ് ആൻഡ് ഡിപ്ലോമ ITI അല്ലെങ്കിൽ 10th ക്ലാസ് കൂടെ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ മെക്കട്രോണിക്സ് സോളാർ ടൂൾ സിവിൽ റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ഇൻഡസ്ട്രി സേഫ്റ്റി ആൻഡ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഡ്രഗ്സ്മാൻ സിവിൽ ഡ്രഗ്സ്മാൻഷിപ്പ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടെക്നോളജി ഫ്രം ഗവൺമെൻറ് അപ്രൂവ്ഡ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നും അതുപോലെ അപ്ലൈ ചെയ്യാൻ ഫീസ് ഉണ്ട്. അപ്ലൈ ചെയ്യാൻ നോർമൽ കാൻഡിഡേറ്റ്സിന് 250 രൂപ അതുപോലെ SC ST വിഭാഗത്തിനാണെങ്കിൽ 100 രൂപയുമാണ് അപ്ലിക്കേഷൻ ചാർജ്. റീഫണ്ടബിൾ അല്ല എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട രീതി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ നൗ എന്ന ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വായിച്ച് നോക്കി കൺഫേം ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെബ്സൈറ്റിൽ വരും. ഇതിൽ നിങ്ങൾ കംപ്ലീറ്റ് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നുള്ള ബട്ടണുണ്ട്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടണുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്ലൈ ചെയ്യാൻ
ഈ ക്ലിക്ക് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും. ഇതിൽ നിങ്ങൾ ഇവിടെ ടിക്ക് ഇടാണ്ട്, ഇവിടെ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ SFA റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതിന് പ്രൊസീഡ് ടു അപ്ലൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജോബിന് നിങ്ങളെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. വിത്ത് പേയ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, കൺഫർമേഷൻ, പിന്നെ പേയ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് ഫുള്ള് വായിച്ച് നോക്കി കൺഫേം ചെയ്യണം എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. തമിഴ്നാടാണ് ജോബ് ലൊക്കേഷൻ. തമിഴ്നാട് സ്റ്റേറ്റിൽ എവിടെയും ആവാം. 460 വേക്കൻസിയാണുള്ളത്. അപ്പോൾ അതുമായി താല്പര്യമുള്ള ആളുകൾ, ഈ മേൽ പറഞ്ഞ കോഴ്സുകൾ ഉള്ള ITI പ്ലസ് 10th കഴിഞ്ഞ് ITI ഓർ ഡിപ്ലോമ പോളി പഠിച്ചവർക്ക്, അതല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ NTC സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന കോഴ്സാണ്. ജോബിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, ജോലി ആവശ്യക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.